ഇപ്പോൾ KRLCCയുടെ പ്രതിനിധി കൂടിയുണ്ട്. അദ്ദേഹത്തിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ ജോസഫ് ജൂഡ്, ഇതാ കേന്ദ്രമന്ത്രി അടക്കം നേരത്തെയും BJPയുടെ നേതാക്കൾ, നിലവിൽ കേന്ദ്രമന്ത്രിമാർ ആയിട്ടുള്ളവരൊക്കെ അവിടെ എത്തുകയും സമരക്കാരെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടി എത്തുമ്പോൾ ബിഷപ്പ് പറഞ്ഞതിന് ഒരു തിരുത്തുണ്ടാകുമോ? ആ നിലയിൽ ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടുമോ? സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ബിഷപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശ്നം മന്ത്രി വന്നു എന്നതുകൊണ്ടോ ഉറപ്പ് നൽകി എന്നതുകൊണ്ടോ പരിഹരിക്കപ്പെടുമോ? ഇത് സംബന്ധിച്ച ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അസന്നിഗ്ധാവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വരവോടെ പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നില്ല. കാരണം മന്ത്രി ഇവിടെ വരണമെന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നതിന് ഇത്രയും ദൂരം സഞ്ചരിച്ച് മന്ത്രി ഈ പ്രദേശത്ത് വരണമെന്നില്ല. കാരണം മന്ത്രി വളരെ വ്യക്തമായ ഒരു സുതാര്യമായ രീതിയിൽ ഒരു വിശദീകരണം നൽകിയാൽ മതിയാവും. പക്ഷെ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം നമുക്കറിയാം. അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? ഈ മന്ത്രി വരുന്നത് മറ്റു ലക്ഷ്യങ്ങളോട് കൂടിയാണ്, അല്ലാതെ ഈ മുനമ്പത്തെ ജനതയെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷന് വേണ്ടി അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതിന് ആവശ്യമില്ല. കാരണം ഇത്തരം ഒരു കാര്യം, ഒരു നിയമം പാസ്സായി, അത് ഒരു പ്രദേശത്തെ ജനങ്ങളോട് വിശദീകരിച്ച് അവരുടെ തെറ്റിദ്ധാരണ നീക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ഉള്ള ഒരു മന്ത്രി ഇത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ടതിന്റെ ആവശ്യമില്ല. ഈ കാര്യം വിശദീകരിക്കാൻ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ല, മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അതായത് ഒരു രാഷ്ട്രീയമായ നേട്ടം കൊയ്യാൻ ലഭിക്കുന്ന അവസരം അതിനെ ഈ മട്ടിലൊക്കെ BJP പ്രയോജനപ്പെടുത്തുന്നു എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതിന്റെ ആവശ്യതയ്ക്ക് അപ്പുറത്ത് മന്ത്രി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല. നമുക്ക് സാമാന്യമായ ബോധത്തിൽ അങ്ങനെ കരുതുന്നതിലും തെറ്റില്ല. റൈറ്റ്. എന്തായാലും ഈ ബിഷപ്പ് പറഞ്ഞിട്ടുള്ള പോയിന്റുകളിൽ അല്ലെങ്കിൽ ബിഷപ്പിന്റെ നിരീക്ഷണങ്ങളിൽ തന്നെയാണ് താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ചുള്ള ഭേദഗതികൾ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ അത് നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് അറിയാമല്ലോ, അതിൽ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഒക്കെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ മുനമ്പം വിഷയത്തിന് പരിഹാരമാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ കോടതിയിലെങ്കിലും പോയി ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ബില്ലിലൂടെ കടന്നു വരുന്നുണ്ടല്ലോ. കോടതി നേരെ സൂചിപ്പിച്ചതുപോലെ, അഡ്വക്കേറ്റ് ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ ഒരു സാധ്യത ഈ ഭേദഗതിയിലൂടെ നമുക്ക് നേരെ സൂചിപ്പിച്ച സെക്ഷൻ 2 ഇൻസെർഷനിലൂടെ തുറന്നു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് ഈ സെക്ഷൻ 2 ഇൻസേർഷൻ എന്ന് കരുതാൻ നിവൃത്തിയില്ല. കാരണം അത് മറ്റൊരു ന്യൂനപക്ഷ സമൂഹം, മുസ്ലിം സമുദായത്തിലെ തന്നെ ഒരു ന്യൂനപക്ഷ സമൂഹം, ദാവൂദി ബോറ എന്ന് പറയുന്ന ആ സമൂഹത്തിന്റെ ആഭ്യന്തര ആവശ്യം എന്ന നിലയിൽ, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന നിലയിൽ അവർ JPCയുടെ മുൻപിൽ അവതരിപ്പിച്ച ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഭേദഗതിയിൽ ഈ ഇൻസേർഷൻ JPC ഉൾപ്പെടുത്തുന്നത്. അത് നിയമമായി, അത് ഡയറക്റ്റ് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് പ്രായോഗികമായ നടപടിക്രമങ്ങൾ, അതിലെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ആരാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഏത് വിധത്തിലാണിത് ഈ മുനമ്പത്തെ നിവാസികൾക്ക് ഗുണകരമായി തീരുന്ന വ്യവസ്ഥയായിട്ട് ഇത് മാറുന്നത്? എവിടെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്? അത്തരം രീതികളിൽ, അത്തരം കാര്യങ്ങളിൽ ഇതിനകം ഒരു വ്യക്തത വരുത്താൻ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. മറ്റു പല സാധ്യതകളും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ഒരു മാർഗം മാത്രമാണ് നമ്മുടെ മുന്നിൽ തുറന്നു നിൽക്കുന്നത്. അത് വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ള അനന്തമായ വ്യവഹാര പ്രക്രിയ, അതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പോലും നിവൃത്തിയില്ല. ഇപ്പോൾ അഭിമന്യ മെത്രാൻ സൂചിപ്പിച്ചതുപോലെ, അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ മുനമ്പത്തെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ഭൂമി അവർ കൈവശം വെച്ച് അനുഭവിച്ചു വന്ന സ്വന്തമാക്കിയ ഭൂമി അത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടെ സ്വന്തമാക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവരുടെ നഷ്ടപ്പെട്ട റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതാണ് ആത്യന്തികമായി